ഹല്ലേലൂയ. ഈ കർത്താവിന്റെ നിത്യമായ വചനം ഈ പ്രഭാത വേളയിൽ എന്നോട് നിങ്ങളോട് പറയുന്നതായ ഒരു കാര്യമുണ്ട്. നീ എന്റെ ദാസനാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു, ഇനി ഒരിക്കലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. ജീവിതത്തിന്റെ ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ വിഷമിച്ച് നിൽക്കുന്ന, നാളെക്കുറിച്ച് ആകുലപ്പെടുന്ന എന്നോടും നിങ്ങളോടും വചനത്തിലൂടെ ദൈവമായ കർത്താവ് ഈ നിമിഷം അരുളി ചെയ്യുകയാണ്, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നമ്മൾ നമ്മുടെ ദൈവത്തെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, മറിച്ച് നമ്മുടെ ദൈവം എന്നെയും നിങ്ങളെയും പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നു. ആ ദൈവം ഒരു വാക്ക് നമുക്ക് തന്നിരിക്കുകയാണ്, യാതൊരു സാഹചര്യത്തിലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. വീണ്ടും ദൈവം പറയുന്നു, നിന്റെ ദൈവവും കർത്താവുമായി ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. എന്റെയും നിങ്ങളുടെയും വലതുകൈ പിടിച്ചിരിക്കുന്നത് നമ്മുടെ ദൈവമാണ്. സർവശക്തനായ ഈ സൃഷ്ടപ്രപഞ്ച മൊത്തം ഈ കൈവെള്ളയില് കൊണ്ട് അമ്മാനമാടാൻ കഴിവുള്ള ആ ഒരു വലിയ ദൈവം പറയുന്നു, ഞാൻ നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ ഭയപ്പാടുള്ളവരാണ്. നമ്മുടെ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച്, കുടുംബകാര്യങ്ങളെ കുറിച്ച്, മക്കളെ കുറിച്ച് ഒക്കെ നമ്മൾ ഒത്തിരി ആദിപ്പെടുന്നവരാണ്. ഈ ആദ്യം നമ്മുടെ ദൈവത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അവിടുത്തെ പറയുന്നത്, ഞാനാണ് നിന്റെ വലതുകൈ പിടിച്ചിരിക്കുന്നത്, നീ ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും അവിടുന്ന് നമ്മളെ ധൈര്യപ്പെടുത്തുകയാണ്. നമ്മുടെ പരിമിതികളെ കുറിച്ച്, നമ്മുടെ കുറവുകളെ കുറിച്ച്, നമ്മുടെ ഇല്ലായ്മകളെ കുറിച്ച് ഏറ്റവും കൂടുതലായിട്ട് അറിയാവുന്നത് നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മുടെ ദൈവത്തിനാണ്. അതുകൊണ്ട് അവിടുന്ന് വീണ്ടും വീണ്ടും നമ്മളോട് പറയുകയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മളെ രക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു വലിയ ദൈവത്തിന്റെ സന്നിധിയിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ഈ നിമിഷങ്ങളിൽ ആയിരിക്കുക. അവിടുന്ന് പറയാണ്, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആരാണ് പ്രിയപ്പെട്ടവരെ നമ്മളെ പേര് ചൊല്ലി വിളിക്കുക? നമ്മളുമായിട്ട് അത്രമാത്രം സ്നേഹമുള്ള, സൗഹാർദ്ദമുള്ളവർ മാത്രമേ നമ്മളെ പേരെടുത്ത് വിളിക്കാറുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ദൈവം പറയാണ്, ഞാൻ പ്രിയപ്പെട്ട മകളെ അല്ലെങ്കിൽ മകനെ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം സ്നേഹം, അത്രമാത്രം വാത്സല്യം നമ്മളോട് കാണിക്കുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവരെ എന്റെയും നിങ്ങളുടെയും. ആ ദൈവം വീണ്ടും പറയുകയാണ്, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കുടുംബ ജീവിതത്തില്, വ്യക്തി ജീവിതത്തില് നമ്മൾ ചില സമുദ്രങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ചില തിരമാലകൾ ആർത്തിരുമ്പോ നമ്മൾ നിരയില്ല കയത്തില് മുങ്ങിത്താഴുന്ന അവസ്ഥകള്, സമുദ്രതുല്യമായ ജീവിതങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം ഒരുപക്ഷെ ഞാനും നിങ്ങൾ ചിലരെങ്കിലും. അങ്ങനെയെങ്കിൽ ദൈവം ഒരു വാക്ക് തരുന്നു, സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ഈ ആലയത്തിലേക്ക് കടന്നു വരുമ്പോ ഒരുപക്ഷെ എന്റെയും നിങ്ങളുടെയും മനസ്സിലുണ്ടായിരിക്കാം, എന്റെ ജീവിതം മൊത്തം ഈ പ്രശ്നങ്ങളുടെ കടലിൽപ്പെട്ട് മുങ്ങിത്താഴുകയാണ്, എന്നെ രക്ഷിക്കാനായിട്ട് ആരുമില്ല എന്ന് ധാരണയുണ്ടെങ്കിൽ നമ്മുടെ ദൈവം നമ്മുടെ ആ ചിന്താഗതിയിലേക്ക് മാറ്റിക്കൊണ്ട് പറയുകയാണ്, നദിയിലൂടെ കടക്കുമ്പോ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ഹല്ലേലൂയ. സ്വരം വരുത്തി ഹല്ലേലൂയ. വലതുകരം വരുത്തി ഹല്ലേലൂയ. വീണ്ടും ദൈവം പറയുന്നു, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. ജീവിതത്തിലെ ചില തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങള്, ബന്ധങ്ങളൊക്കെ പൊള്ളലേൽക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകും. ചില വ്യക്തികളൊക്കെ നമ്മളെ അകാരണമായി പൊള്ളലേൽപ്പിച്ചേക്കാം. നമ്മൾ ചെയ്യാത്ത ചില തെറ്റുകള്, കുറ്റങ്ങളൊക്കെ നമ്മളെ അടിച്ചേൽപ്പിക്കുന്ന അവസരം ഉണ്ടാവാം. ആ അവസരം ദൈവം പറയുന്നു, തീയിലൂടെ, അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. കാരണം എന്താണ്? ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും ഒരു വലിയ ഔന്നത്യത്തിലേക്ക് നമ്മുടെ ദൈവം എന്നെയും നിങ്ങളെയും നയിക്കേണ്ട പ്രിയപ്പെട്ടവരെ അവിടുന്ന് പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. ഒരുപക്ഷെ ജീവിതത്തിലെ ചില സങ്കടകരമായ സന്ദർഭങ്ങളിൽ ഞാനും നിങ്ങളും പരിതപിച്ചിട്ടുണ്ടാകാം, യാതൊരു വിലയുമില്ലാത്തവനായി പോയല്ലോ ഞാന്. എന്റെ ജീവിത പങ്കാളി, എന്റെ മാതാപിതാക്കള്, എന്റെ മക്കള്, എന്റെ സുഹൃത്തുക്കള് ആരും എനിക്കൊരു വിലയും കൽപ്പിക്കാത്തപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടാകാം, ഒരു വിലയും ഇല്ലാത്തവനാണല്ലോ, വില കെട്ടവനായി പോണല്ലോ ഞാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദൈവം പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനാണ്. പ്രിയപ്പെട്ടവര്, ഈ ലോകത്ത് ആരൊക്കെ നമ്മളെ വില കുറച്ച് കാണിച്ചാലും നമുക്ക് 91% ഒരു വിലയിടുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അവിടുന്ന് വീണ്ടും പറയുന്നു, നീ എനിക്ക് ബഹുമാന്യനാണ്.
ഈ ലോകം നമ്മളെ ഇന്ന് ബഹുമാനിക്കുന്നു, നാളെ നമ്മളെക്കാൾ സാമ്പത്തിക ശക്തിയുള്ള കഴിവുള്ള മറ്റൊരാൾ വരുമ്പോൾ അവരെ ബഹുമാനിക്കുന്നതാണ് ലോകത്തിന്റെ ഒരു ചിന്താഗതി. ഇന്ന് നമ്മളെ സ്നേഹിക്കുന്നവരോ സഹായിക്കുന്നവരോ നാളെ നമ്മുടെ കൂടെ കാണുമെന്നില്ല. പക്ഷേ നിത്യമായി സ്നേഹിക്കുന്ന, കരുതുന്ന, സഹായിക്കുന്ന, സംരക്ഷിക്കുന്ന ആ ദൈവമാണ് പറയുന്നത്, നീ എനിക്ക് വിലപ്പെട്ടവനാണ് എന്ന് മാത്രമല്ല, നീ എനിക്ക് ബഹുമാന്യനാണ്. നമ്മളെ ബഹുമാനിക്കുന്ന ഒരു ദൈവമാണ് പ്രിയപ്പെട്ടവർ ഇന്ത്യയും നിങ്ങളുടെയിലും. വീണ്ടും അവിടെ നിന്ന് പറയുകയാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്. ദൈവത്തിന് അത്രമാത്രം പ്രിയമാണ് നമ്മളോടുള്ളത്. ആ ദൈവത്തിന്റെ സന്നിധിയില് ഞാൻ മുമ്പ് ഇരിക്കുമ്പോ ഒരു കാര്യം അവിടെ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട്, എനിക്ക് മുമ്പ് മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല, എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടാവുകയില്ല, ഞാൻ തന്നെയാണ് കർത്താവ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വ്യക്തിത്വത്തില് അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഐഡന്റിറ്റിയില് ആർക്കും സംശയം ഉണ്ടെങ്കിൽ ദൈവം നമ്മളെ ഓർപ്പിക്കുകയാണ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിങ്ങൾക്കില്ല. സമ്പത്തിന്റെ പുറകെയോ ചില സുഖങ്ങളുടെ പുറകെയൊക്കെ ദൈവത്തിന്റെ സ്ഥാനത്ത് അവരെ പരീക്ഷിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം ദൈവം എന്നോട് നിങ്ങളോടും പറയാണ്, ഞാനാണ് സർവപ്രപഞ്ചത്തിന്റെയും നിയന്ത്രണമായ ദൈവം, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല, ഇനി ഉണ്ടാവുകയുമില്ല. അതായത് ആകാശത്തിന് കീഴില് ഭൂമിക്ക് മുകളില് നമുക്ക് രക്ഷയ്ക്കായിട്ട്, സൗഖ്യത്തിനായിട്ട്, മോക്ഷത്തിനായിട്ട് ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ വലിയ സന്നിധിയിലായിരുന്നു ഇന്നലെ വൈകുന്നേരം മുതൽ ഈ പ്രഭാത വേളയിൽ വരെ. വീണ്ടും അവിടെ നിന്ന് പറയുന്നു, വരണ്ട ഭൂമി ജലവും ഉണങ്ങിയ നിലത്ത് അരുവികളും ഞാൻ ഒഴുകും. വരണ്ട ചില ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോ പ്രത്യാശ നഷ്ടപ്പെട്ട ചില പൊട്ടക്കുളങ്ങളായി എന്റെയും നിങ്ങളുടെയും ജീവിതങ്ങൾ മാറുന്നു. ഒരു തെളിനീരൊഴുക്ക് വേണ്ടി ഞാൻ നിങ്ങൾ കൊതിക്കുമ്പോ അവിടുന്ന് പറയുകയാണ്, വരണ്ട ഭൂമിയിൽ ജലം ഒഴുക്കാൻ നമ്മുടെ ദൈവത്തിന് സാധിക്കും. എന്റെയും നിങ്ങളുടെയും ജീവിതം വഴിമുട്ടി ഇനി ഒന്നുമില്ല എന്ന് കരുതി നിരാശയുടെ പടികുഴിയിലേക്ക് നമ്മൾ പോകുമ്പോ ദൈവം അവിടെ നിന്നും നമ്മുടെ ജീവിതത്തില് ഒരു പുതിയ അധ്യായം തുറന്നു തരും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ എല്ലാം നഷ്ടപ്പെട്ടു നമ്മൾ കരുതുന്ന സമയങ്ങളില്, സാഹചര്യങ്ങളില് ദൈവം എന്താണ് പറയുക, നമ്മളെ മാത്രം അനുഗ്രഹിക്കുന്നതല്ല പറയുന്നത്, നിന്റെ സന്തതികളുടെ മേൽ എന്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എന്റെ അനുഗ്രഹം വർഷിക്കും. പ്രിയപ്പെട്ടവരെ, യേശുവിനോടുകൂടി ദിവ്യകാരണത്തോടുകൂടി ചേർന്ന് നിൽക്കുന്നെങ്കിൽ ഞാൻ മാത്രമല്ല, നിങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ സന്തതി പരമ്പരകൾ ഒന്നാകെ ദൈവത്തിന്റെ ആത്മാവിനാൽ വർഷിക്കപ്പെടുന്നവരെ മാറുവാനുള്ള ഒരു അസുലഭ ഭാഗ്യത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ എന്നെയും നിങ്ങളെയും നമ്മുടെ ദൈവം ക്ഷണിച്ചിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വീണ്ടും വചനത്തിലൂടെ ദൈവം പറയുന്നു, കാർമേഘം പോലെ നിന്റെ തിന്മകളെയും മുഴൽ മഞ്ഞ് പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ തുടച്ചു നീക്കി. നിന്റെ പാപകരമായ, മ്ലേച്ഛകരമായ എല്ലാ ചെയ്തികളെയും അവസ്ഥകളെയും നിന്റെ കഴിഞ്ഞകാല ജീവിതത്തെ മൊത്തം ഞാൻ തുടച്ചു മാറ്റി ഇനി ഒരിക്കലും തിരികെ വരാത്തോണം. എന്താണ് പക്ഷെ നീ ചെയ്യേണ്ടത്? എന്നിലേക്ക് തിരിച്ചു വരിക. ഈ ജാഗരണ പ്രാർത്ഥനയില് നമ്മൾ പങ്കെടുക്കുമ്പോ എന്നോട് നിങ്ങളോടും നമ്മുടെ ദൈവത്തിന് പറയാണ്ടേ ഉള്ളൂ, നീ തിരികെ വരിക. നിന്റെ അമ്മയുടെ ഗർഭപാത്രത്തില് നീ ഉരുവായ ആ നിമിഷം ദൈവം നിന്നെ കുറിച്ച് എന്ത് പദ്ധതിയാണോ ദൈവത്തിന്റെ മനസ്സിലുണ്ടായിരുന്നത് ആ രീതിയിലേക്ക്, ആ അവസ്ഥയിലേക്ക് ഒരു പിഞ്ചു കുഞ്ഞിന്റെ നൈർമല്യത്തോടും സ്വഭാവത്തോടും കൂടി നീ ദൈവത്തിലേക്ക് തിരിച്ചു വരിക. എന്തുകൊണ്ടാണ്? ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വീണ്ടും ഇവിടെ നിന്ന് പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? ഇന്ന് പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, ചുരുക്കം ചില പെറ്റമ്മമാരെങ്കിലും തങ്ങളുടെ കുഞ്ഞുങ്ങളെ മറക്കുന്ന ദാരുണമായ ചില അവസ്ഥകളൊക്കെ ഉണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ദൈവം പറയുക, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല, നിന്റെ പേര് എന്റെ ഉള്ളം കയ്യില് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ഉള്ളം കയ്യിൽ പ്രിയപ്പെട്ടവരെ ബലഹീനരായ പാവച്ചായുള്ള എന്റെ നിങ്ങളുടെയും പേരുണ്ട്. എന്തുകൊണ്ടാണ് ഈ ഉള്ളം കൈ രേഖപ്പെടുത്തിയിരിക്കുക? എപ്പോഴും കാണുവാനായിട്ട് സാധിക്കുക ഉള്ളം കൈയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്നെയും നിങ്ങളെയും എപ്പോഴും നമ്മുടെ ദൈവത്തിന് കാണുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഇനി ഈ വചനത്തിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന, സ്നേഹിക്കുന്ന, കരുതുന്ന ആ ദൈവത്തിന്റെ ആ വലിയ വിടുതല് നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കാം. യേശു തന്റെ അത്ഭുതങ്ങളൊക്കെ ചെയ്തപ്പോൾ യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, നിനക്ക് വിശ്വാസമുണ്ടോ? സൗഖ്യപ്പെടാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹം പ്രകടിപ്പിച്ചവരോട് മാത്രമാണ്
യേശുവിന് അത്ഭുതം പ്രകടിപ്പിക്കാനാണ് സാധിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ചില നിയോഗങ്ങളുമായി ഇവിടെ എഴുതി സമർപ്പിച്ചതാകട്ടെ, ബഹുമാനപ്പെട്ട വൈദികരോട് പറഞ്ഞതാകട്ടെ, ആ ആഗ്രഹങ്ങളൊക്കെ 100% സാധിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്ന പരിപൂർണമായ വിശ്വാസത്തോടുകൂടി ഈ ആലയത്തിലായിരിക്കാനാണ് ശ്രമിക്കുക. ഒത്തിരി ആരാധനാലയങ്ങളിൽ പോയി, തീർത്ഥാടന സ്ഥലങ്ങളിൽ പോയി, ഇനിയും മരിയൻ ഭവനിൽ കൂടെ ഒന്ന് ശ്രമിച്ചു കളയാന്നുള്ള ദൈവത്തെ പരീക്ഷിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ ദൈവത്തിന് എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടാനായിട്ട് സാധിക്കില്ല. മറിച്ച് എന്റെ ദൈവം ഇന്നെന്റെ ജീവിതത്തിൽ ഇടപെടും, എന്റെ ദൈവം എനിക്ക് മതിയായവനാണെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടുകൂടി ഇവിടെ ആയിരിക്കുമ്പോൾ ഒരു വലിയ വിടുതലിലേക്ക്, സൗഖ്യത്തിലേക്ക്, രക്ഷയിലേക്ക് കടന്നു ചെല്ലണം. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ, കരമുയർത്തി ഹല്ലേലൂയ. കുറച്ച് നിരാശരായ ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരിക്കല് ദൈവത്തിന് ഒരു മെമ്മോറാണ്ടം കൊടുത്തു. ഒത്തിരിയേറെ നിരാശപ്പെട്ട ആളുകൾ ചേർന്ന് ദൈവത്തിന് ഒരു പരാതി കൊടുത്തു. അവരുടെ ജീവിതത്തിൽ അവർക്ക് ചില സങ്കടങ്ങളൊക്കെ ഉണ്ട്, അതിനൊക്കെ ദൈവം ഒരു നിവൃത്തി വരുത്തണം. അപ്പൊ ദൈവം ആ പരാതികളൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ചില പരാതികളൊക്കെ വളരെ കുഞ്ഞു കുഞ്ഞു പരാതികളാണ്, ചില പരാതികളൊക്കെ അല്പം ഗൗരവമുള്ളതാണ്. അതിൽ നിന്നും പ്രാതിനിധ്യ സ്വഭാവമുള്ള ചില കാര്യങ്ങൾ ദൈവം എടുത്തിട്ട് ആ പരാതി പറഞ്ഞവർക്ക് ദൈവം തിരിച്ച് കുറെ നിബന്ധനകൾ കൊടുത്തു. ചിലര് പറഞ്ഞത് അവര് ഓഫീസിലേക്കൊക്കെ വളരെ പെട്ടെന്ന് കടന്നു വരുമ്പോൾ അവർക്ക് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാകുന്നു, അവർക്ക് ഓഫീസിലൊന്നും കൃത്യമായിട്ട് ചെല്ലാനായിട്ട് സാധിക്കുന്നില്ല, അവർക്ക് വളരെ നിരാശയാണ്. നമ്മളെ സംബന്ധിച്ചുള്ള ഒരു വലിയ വിഷയമല്ല, പക്ഷേ ഒരു അത്യാവശ്യ കാര്യത്തിന് പോകുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തടസ്സം ഉണ്ടാകുന്നത് വളരെ ദുഷ്കരമായ കാര്യമാണ്. വേറെ ചിലർ പറയുന്നു അവർക്ക് അമിതമായ ജോലി ഭാരമാണുള്ളത്, ഒത്തിരി ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു ജീവിത സന്ധാരണത്തിനായിട്ട്. ചിലര് പറയുന്നു എന്നെ എന്റെ ജീവിത പങ്കാളി അല്ലെ എന്റെ മാതാപിതാക്കള് മക്കളൊന്നും പഴയതുപോലെ സ്നേഹിക്കുന്നില്ല. ചിലര് പറയുന്നത് ഓവർ ടൈം ഡ്യൂട്ടി ചെയ്യാനായിട്ട് മേലധികാരികള് നിശ്ചയിക്കുന്നു. ചിലര് സൗന്ദര്യത്തിലൊക്കെ വളരെ വ്യഗ്രതയുള്ളവരായിരുന്നു, അവര് പറയുന്നു ദൈവമേ ഞങ്ങളുടെ തലമുടി ഇഴകളൊക്കെ നരയ്ക്കാനായിട്ട് തുടങ്ങി ഈ ചെറുപ്രായത്തിലെ. അപ്പൊ വ്യത്യസ്തമായ ഒത്തിരി പരാതികൾ ഇങ്ങനെ ദൈവത്തിന്റെ മുന്നിലേക്ക് ഇവര് കൊടുത്തു. അപ്പൊ ദൈവം അവർക്കൊക്കെല്ലാം വ്യത്യസ്തമായ ചില മറുപടികൾ കൊടുത്തു. ഈ ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച്, ബസ് കിട്ടാത്തതിനെ കുറിച്ച് പരാതിപ്പെടുന്നവരുടെ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു വാഹനത്തിൽ കയറി യാത്ര ചെയ്യാനായിട്ട് സാധിക്കാത്ത അനേകായിരം പേര് ഈ ഭൂമുഖത്തുണ്ട്. എന്നാൽ അവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു വാഹനം മേടിക്കുവാനോ വാഹനത്തിൽ യാത്ര ചെയ്യാനോ ദൈവം നമുക്കൊരവസരം നൽകി. തലമുടിയിടയില് ഒരെണ്ണെങ്കിലും നരയ്ക്കുമ്പോ ജീവിതം മൊത്തം പോയി എന്ന് കരുതുന്നവരോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. കീമോതെറാപ്പി ചെയ്ത് നവയൗവനത്തിൽ തന്നെ തലമുടികൾ മൊത്തം നഷ്ടപ്പെട്ട അനേകായിരം യുവതി യുവാക്കള് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കൂടുതലായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നെന്ന് പറഞ്ഞ് കരഞ്ഞവരോട് ദൈവം പറഞ്ഞു ഒരു ജോലിക്ക് വേണ്ടി വർഷങ്ങളായിട്ട് കാത്തുകെട്ടി കൊതിച്ചിരുന്നിട്ടും അനുയോജ്യമായ ഒരു ജോലി ലഭിക്കാത്ത ഒത്തിരി പേരുണ്ട്. അപ്പോ ഏത് തരത്തിലുള്ള പരാതികൾ നമ്മൾ പറഞ്ഞാലും അതിനെല്ലാം നമ്മുടെ ദൈവത്തിന് മറുപടി ഉണ്ടായിരുന്നു. ദൈവം പറഞ്ഞൊരു കാര്യമായി മാത്രമേ ഉള്ളൂ, നീ നിന്നിലേക്ക് തന്നെ നോക്കാതെ മറ്റുള്ളവരിലേക്ക് കൂടി ഇപ്പോൾ നോക്കുക. മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങള്, വിഷമങ്ങളൊക്കെ എത്രത്തോളം ലഘുവാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോ, ദൈവത്തിന്റെ അനന്ത പരിപാലനയെ വിശ്വാസം അർപ്പിക്കുമ്പോ തകർച്ചയിൽ നിന്ന് പോലും തളർച്ചയിൽ നിന്ന് പോലും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ദൈവത്തിന് സാധിക്കുമെന്ന ഉത്തരബോധ്യമുള്ളപ്പോ എന്റെയും നിങ്ങളുടെയും ജീവിതം സുഗമമാകും. ദൈവത്തില് പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. സ്കോട്ട്ലൻഡ് എന്ന സ്ഥലത്ത് ഒരു കുടുംബം ഉണ്ടായിരുന്നു, ക്ലാർക്ക് ഫാമിലി അല്ലെങ്കിൽ ക്ലാർക്ക് കുടുംബം. അവരുടെ കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും പേര് ക്ലാർക്ക് എന്ന പേര് ചേർത്താണ് അറിയപ്പെടുക. അവരുടെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവർക്ക് ഈ സ്കോട്ട്ലൻഡിൽ നിന്നും അമേരിക്കയിലേക്ക് പോയി അവിടെ കുടിയേറി പാർക്കണം, അമേരിക്കയിൽ പോയി ജീവിക്കണം. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ സ്വപ്നം. അവർ ആ കുടുംബം ഒന്നാകെ ഇങ്ങനെ അമേരിക്കയിലേക്ക് കുടിയേറി പോകാനുള്ള പണമൊക്കെ സമാഹരിച്ചു, പാസ്പോർട്ടൊക്കെ മേടിച്ചു. ടൈറ്റാനിക് എന്ന് പറയുന്നതായ ആ ബൃഹത്തായ ആഡംബര കപ്പലില് ഈ അമേരിക്കയിലേക്ക് പോകാൻ ടിക്കറ്റ് റിസർവ് ചെയ്ത് ആ ദിവസം കണക്കാക്കി വളരെ സന്തോഷത്തോടുകൂടി ഈ ക്ലാർക്ക് ഫാമിലിയിലെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, ലക്ഷ്യമായിരുന്നു അമേരിക്കയിലേക്ക് പോകുക എന്നുള്ളത്.
ഇങ്ങനെ പോവാനുള്ള ആ ദിവസം അടുത്ത് വന്നപ്പോഴാണ് വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഈ ക്ലാർക്ക് ഫാമിലിയിലെ ഏറ്റവും എളിയ അംഗത്തെ പേപ്പട്ടി കടിക്കുന്നു. പേപ്പട്ടി കടിച്ചതിന്റെ ചികിത്സയും മറ്റു കാര്യങ്ങളുമായിട്ടൊക്കെ പോയതുകൊണ്ടും കുടുംബത്തിലെ മറ്റങ്ങൾക്കൊക്കെ പേവിഷബാധ ഏക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടും ഇവർക്ക് ആ നിശ്ചിത ദിവസം അമേരിക്കയിലേക്ക് പോകാനുള്ള ആ ഷിപ്പിൽ കയറാനായിട്ട് സാധിച്ചില്ല. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സങ്കടത്തിന്റെ വേദനയുടെ അവസ്ഥയിലേക്ക് പോയി. കാരണം അവര് അത്രമാത്രം കഷ്ടപ്പെട്ടിരുന്നു അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടി. അവിടെ ഒരു നിരാശരായി. ആ കുടുംബത്തിലെ ഗൃഹനാഥനാണെങ്കിൽ ശാപവചനങ്ങൾക്ക് ഉരുവിടാൻ തുടങ്ങി. ആരെയാണ് ശപിക്കുക? ദൈവത്തെ. എന്തുകൊണ്ട് ദൈവമേ ഇത്രമാത്രം ഞങ്ങൾ ആഗ്രഹിച്ചിട്ടും അമേരിക്കയിലേക്ക് പോകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചില്ല? വീണ്ടും അദ്ദേഹം ശപിച്ചു. ആരെയാണ്? ഈ പേപ്പട്ടിയുടെ കടിയേൽക്കേണ്ടി വന്ന സ്വന്തം മകനെ. നീ മൂലമല്ലേ നിനക്ക് ഈ പേപ്പട്ടിയുടെ കടി ഏറ്റുകൊണ്ടല്ലേ നമ്മുടെ കുടുംബത്തിന്റെ ഒരു വലിയ സ്വപ്നം തകർന്നു പോയത്. ഒരു ദിവസം മുന്നേ വരെ വളരെ സന്തോഷമുണ്ടായിരുന്ന, എല്ലാവരും പരസ്പര ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ ആ കുടുംബം ഒരു ദിവസം കൊണ്ട് തകർച്ചയിലേക്ക് പോയി. ഒരു ദിവസം കഴിഞ്ഞപ്പോ ഈ ഗൃഹനാഥന് വാർത്ത അറിയുകയാണ്. ഇവര് പോകേണ്ടിയിരുന്ന അല്ലെങ്കിൽ ആ യാത്ര പുറപ്പെട്ട ടൈറ്റാനിക് എന്ന് പറയുന്ന ആ ലക്ഷറിയസ് കപ്പൽ, അത് ഒരു പടുകൂറ്റൻ മഞ്ഞമലയിൽ ഇടിച്ച് തകർന്നുപോയി. ടൈറ്റാനിക് ദുരന്തം എന്ന് പറയുന്ന അതാണ്. സിനിമകളിലൂടെയും ഫീച്ചറിലൂടെയൊക്കെ നമ്മളൊക്കെ അറിഞ്ഞിട്ടുള്ളതാണ്. ആ ഷിപ്പിൽ ഉണ്ടായിരുന്ന 1500 പേര് തൽക്ഷണം മരണപ്പെട്ടു. വെറും 712 പേർക്ക് മാത്രമാണ് ആ കപ്പലിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിച്ചത്. ഒരു നിമിഷം ആ ഗൃഹനാഥന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു ചെന്നു. ആ നിമിഷം വരെ ദൈവത്തെ ശപിച്ച, താൻ ജന്മം കൊടുത്ത സ്വന്തം മകനെ ശപിച്ച ആ ഗൃഹനാഥന്റെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു ചെന്നു. ഞാനും എന്റെ കുടുംബവും ആ ഷിപ്പിൽ ഉണ്ടായിരുന്നെങ്കിൽ മരണമടഞ്ഞ ആ 1500 പേരിലായിരിക്കുമായിരുന്നോ ഞങ്ങള്, അതോ രക്ഷപ്പെട്ട 712 പേരിലായിരിക്കുമോ? ഒരു കാര്യം ആ ഗൃഹനാഥന് ബോധ്യമായി. ആ അപകടത്തിലൂടെ ഇവര് മരിച്ചു പോകരുതെന്ന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകേണ്ടിയിരുന്നു. അതിന്റെ ഫലമായിട്ടായിരുന്നു ആ കുഞ്ഞുമകനെ പേപ്പട്ടി കടിക്കുവാനും തദ്വാരാ അവരുടെ യാത്ര തടസ്സപ്പെടാനും ഒക്കെ. അങ്ങനെ ഒരു തിരിച്ചറിവിലേക്ക് വന്നപ്പോ തലേന്നവരെ ശപിച്ച, പുറന്തള്ളിയ ആ ദൈവത്തിന്റെ വലിയ കരുതലിനെ കുറിച്ച് അവർക്ക് മനസ്സിലായി. അവര് ദൈവത്തിലേക്ക് കടന്നു വന്നു. പ്രിയപ്പെട്ടവര്, എന്റെയും നിങ്ങളുടെയും ജീവിതത്തില് എന്തിന്റെയൊക്കെ കുറവ് നമ്മൾ അനുഭവപ്പെടുന്നു. ഒത്തിരി നമ്മൾ അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു, ബിസിനസ് ചെയ്യുന്നു. പക്ഷെ സന്തോഷിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നില്ല. നമ്മുടെ ജീവിതം നിരാശയിലേക്ക് പോകുന്നു. നമുക്കറിയാം, വചനം പറയുന്നു, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുന്നു. പക്ഷെ നമുക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. കാരണം നമ്മുടെ ജീവിതത്തില് ദൈവത്തിന് പരമപ്രധാനമായ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ കുടുംബ ജീവിതത്തിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, കൃഷിയിലാകട്ടെ, ഏത് മേഖലയിലും ദൈവത്തിന് ഒരു വലിയ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതവും ബിസിനസ്സും ഒക്കെ പരാജയത്തിലേക്ക് പോകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തില് ശിഷ്യന്മാര് ഒരു രാത്രി മുഴുവൻ മീൻ പിടിക്കുന്നതായ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. രാത്രി മുഴുവൻ വളരെ കഷ്ടപ്പെട്ട് മീൻ പിടിക്കാൻ ശ്രമിക്കുന്നതായ ശിഷ്യന്മാര്. എന്നാല് അവര് വളരെയധികം കഷ്ടപ്പെട്ടിട്ടും അവർക്ക് മീൻ പിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം. ശിമയോൻ പത്രോസ് പറഞ്ഞു, ഞാൻ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ പറഞ്ഞു, ഞങ്ങളും നിന്നോട് കൂടെ വരുന്നു. അവർ പോയി വള്ളത്തിൽ കയറി. എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല. ഉഷസ്സായപ്പോൾ യേശു വന്നു. അത് യേശുവാണ്, ശിഷ്യന്മാർ അറിഞ്ഞില്ല. യേശു അവരോട് ചോദിച്ചു, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ? ഇല്ലേന്ന് അവർ പറഞ്ഞു. അവൻ പറഞ്ഞു, വള്ളത്തിന്റെ വലതുവശത്ത് വലയിടുക, അപ്പോൾ നിങ്ങൾ കിട്ടും. അവർ വലയിട്ടപ്പോൾ വലയിലകപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യ നിമിത്തം അത് വലിച്ചു കയറ്റാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവൻ അധ്വാനിക്കുന്ന ഊർജ്ജസ്വലരായ ശിഷ്യന്മാര്, അവര് മടി പിടിച്ചിരുന്നില്ല. അവര് വളരെ കഷ്ടപ്പെട്ട് അവിടെ പണിയെടുക്കുകയാണ്. പക്ഷെ ഒരു മീൻ പോലും
അവർക്ക് എടുക്കുവാനായിട്ട് വലയിലാക്കുവാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായപ്പോ, യേശുവിന്റെ സാമീപ്യം അവിടെ ഉണ്ടായപ്പോ, യേശു പറഞ്ഞത് വലയിറക്കിയപ്പോൾ വല പൊട്ടുമാറ് മീനുകളെ അവർക്ക് കിട്ടാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും യേശുവിന്റെ സാന്നിധ്യത്തിലാണോ, യേശുവിന്റെ സാമീപ്യത്തിലാണോ വലയിറക്കുന്നത്? എന്റെയും നിങ്ങളുടെയും കുടുംബ ജീവിതവും ബിസിനസ്സും ജോലികളും ഒക്കെ യേശുവിന്റെ സാന്നിധ്യത്തിലാണോ പ്രിയപ്പെട്ടവര്? യേശു പറയുന്നത് പോലെ വലതുഭാഗത്ത് വലയിറക്കി എന്റെ ജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നെങ്കിൽ, എന്റെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ, എന്റെ ബിസിനസ് മുന്നോട്ട് നയിക്കാനായിട്ട് സാധിക്കുന്നെങ്കിൽ എനിക്ക് ആ സമ്പത്തും ആ ജോലിയൊക്കെ ഭംഗിയായിട്ട് വിനിയോഗിക്കാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിന്റെ അധ്വാനം നീ യേശുവിൽ അർപ്പിക്കുക. അതെന്ത് ജോലിയോ എന്ത് ബിസിനസ് ആയിക്കൊള്ളട്ടെ, നിന്റെ അധ്വാനം നീ കർത്താവിൽ അർപ്പിക്കുക. വീണ്ടും നിന്റെ അധ്വാന ഫലത്തെയും കർത്താവിന് അർപ്പിക്കുക. അതായത് ജോലിയിൽ നിന്നോ ബിസിനസ്സിൽ നിന്നോ കൃഷിയിൽ നിന്നോ ഉള്ള എന്തുമാകട്ടെ, നിന്റെ വരുമാനത്തെ കർത്താവിന്റെ മുന്നിൽ നീ സമർപ്പിക്കുക. നിന്റെ കാര്യങ്ങളൊക്കെയും ഭംഗിയായിട്ട് നടക്കും. നമ്മുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളെയും യേശുവിന്റെ സാന്നിധ്യത്തില്, യേശുവിന്റെ സാമീപ്യത്തില്, യേശു പറയുന്നത് പോലെ ചെയ്യുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ. 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 ഒരു ദിവസം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഹല്ലേലൂയ. കാര്യങ്ങൾ ഒരു സ്തുതിക്കുക. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാം. ഒരു രാത്രി മുഴുവന് ഉറക്കമൊളിച്ച് അധ്വാനിച്ച ശിഷ്യന്മാരെ പോലെയാണോ ഞാനും നിങ്ങളും? ഒത്തിരി അധ്വാനിച്ചിട്ടും ഫലമില്ലാത്തവരെ ഞാനും നിങ്ങളും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് യേശുവിന്റെ കൽപ്പന കേട്ട് വലതുഭാഗത്ത് വലയിറക്കുന്നവരെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാം. നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടും യേശുവിന് വിട്ടുകൊടുക്കുമ്പോൾ ഒരു വലിയ സൗഖ്യവും രക്ഷയും മോക്ഷവും നമുക്ക് കിട്ടും. ശാന്തരായിട്ടിരിക്കാം. വീണ്ടും വചനം പറയുന്നു, എനിക്ക് അനുഗ്രഹം തരുന്ന, എന്നെ രക്ഷപ്പെടുത്തുന്ന, എന്നെ സൗഖ്യപ്പെടുത്തുന്ന യേശുവിനെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കണം. എന്റെ യേശു എനിക്കൂടെ അനുഗ്രഹങ്ങൾ തരുന്നു. ആ അനുഗ്രഹങ്ങൾക്ക് എന്റെ കുടുംബത്തിനോ എനിക്കോ മാത്രം അവകാശപ്പെട്ടതല്ല, മറിച്ച് ഈ അനുഗ്രഹം തരുന്ന യേശുവിനെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് വചനം പഠിപ്പിക്കുന്നു. അപ്പസ്തോലപ്രവൃത്തികളുടെ 3-ാം അധ്യായത്തില് പത്രോസ് യോഹന്നാനും ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് അവൻ അവരോട് ഭിക്ഷ യാചിച്ചു. പത്രോസ് യോഹന്നാനോടൊപ്പം അവനെ സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. അവരുടെ പക്കൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് അവൻ അവരെ നോക്കി. പത്രോസ് പറഞ്ഞു, വെള്ളിയോ സ്വർണ്ണമോ എന്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു. നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക. പത്രോസ് യോഹന്നാനും കൂടെ ദേവാലയത്തിലേക്ക് പോകുമ്പോ ജന്മനാ മുടന്തനാ ഒരാള് സഹായത്തിനായിട്ട് കൈ നീട്ടിയപ്പോൾ പത്രോസ് യോഹന്നാനും പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ പക്കല് സ്വർണമോ വെള്ളിയോ ഒന്നും ഇല്ല, മറിച്ച് ഞങ്ങളുടെ പക്കലുള്ളത് എന്താണ്? നസറായനായ യേശുക്രിസ്തുവിനെയാണ്. ആ യേശുക്രിസ്തുവിനെ ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞപ്പോഴ് അവന്റെ മുടന്ന് പറയും അവനെ സൗഖ്യപ്പെട്ടു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ക്രിസ്തുവിന്റെ അനുയായികളായി സഭയായി നിൽക്കുന്ന നാം യേശുവിനെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ? ഇന്ന് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മളാണ്. ക്രൈസ്തവ സഭയാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്കൂളുകളും കോളേജുകളും ഒക്കെ നടത്തുന്നത് നമ്മളാണ്. ഏറ്റവും കൂടുതൽ ചികിത്സ കൊടുക്കുന്നത് നമ്മളാണ്. കാരണം ഏറ്റവും നല്ല മികച്ച ഹോസ്പിറ്റലുകൾ നമ്മുടെയാണ്. ഇത് പറയുമ്പോൾ ഹോസ്പിറ്റലുകളോ സ്കൂളുകളോ ഒന്നും വേണ്ട എന്ന് അർത്ഥത്തില്ല, മറിച്ച് പക്ഷേ നമ്മുടെ പ്രധാനമായ ഉത്തരവാദിത്വം കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളിലേക്കും യേശുവിനെ കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കണം. എങ്ങനെയാണ് യേശുവിനെ കൊടുക്കുക? വചനപ്രഘോഷണം കൊണ്ട് മാത്രമല്ല. പലരും പറയും എനിക്ക് വചനപ്രഘോഷണം നടത്താനുള്ള ശേഷിയില്ല, അനർഗളമായി സംസാരിക്കാനായിട്ട് സാധിക്കുകയില്ല. വേണ്ട. ചിലര് പറയും എനിക്ക് ദൂരസ്ഥലങ്ങളിലൊക്കെ മിഷൻ പ്രവർത്തനം പോകാനായിട്ട് സാധിക്കുകയില്ല. ആകുമായിരുന്നെങ്കിൽ ഞാൻ യേശുവിനെ കൊടുക്കുമായിരുന്നു. കുറെ വചനം പ്രഘോഷിക്കുന്നത് മാത്രമോ മിഷൻ പ്രവർത്തനം പോകുന്നതോ മാത്രമല്ല പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ജീവിതം കൊണ്ട്, സംസാരം കൊണ്ട്, പ്രവൃത്തി കൊണ്ട് യേശുവിനെ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഹല്ലേലൂയ. എന്റെ ജീവിതം കാണുന്ന മറ്റൊരു മതസ്ഥനോ മറ്റൊരു സമ്രാജനോ മനസ്സിലാകണം ഞാനൊരു യേശു സാക്ഷിയാണെന്ന്.
എന്റെ ജീവിതം വഴിയായിട്ട്, എന്റെ പ്രവർത്തനം വഴിയായിട്ട് അവൻ മനസ്സിലാക്കണം. കുറേയേറെ ആളുകൾ ഇവിടത്തിരുന്ന് മദ്യപിക്കുന്നു. ഞാൻ അവിടെ ഇടയിലേക്ക് കടന്നു ചെല്ലുകയാണ്. എനിക്ക് അവിടെ ഇരുന്ന് അവരോടൊപ്പം സന്തോഷമായിട്ട് മദ്യപിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെയുണ്ട്. മറ്റാരും അറിയുകയില്ല. അവരെന്നെ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ടോ മദ്യപിക്കാനായിട്ട്? ഞാനിപ്പോ പറയാണ്, ഞാൻ നിങ്ങളുടെ മദ്യപാനം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് മാറിപ്പോവുകയില്ല. മറിച്ച് ആ മദ്യപിക്കുന്ന സുഹൃത്തുക്കളോടൊപ്പം അവിടെ ഇരുന്ന് പറയാൻ സാധിക്കണം, ഞാനൊരു യേശു സാക്ഷിയാണ്. എന്റെ യേശുവിന്, എന്റെ ദൈവത്തിന് നിനക്ക് നൽകിയ മദ്യപാനം ഇത് എനിക്ക് ഹിതമല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കുന്നതായ ഏതെങ്കിലും ഒരു വ്യക്തിയില് മാനസാന്തരത്തിന് ഇത് ഹേതുവാകും. എന്തുകൊണ്ട്? അവനോട് കുടിച്ച് മതോന്മത്തയാകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും അവൻ അവന്റെ ദൈവത്തിന് വേണ്ടി ഈ പാപകരമായ സാഹചര്യത്തെ ഒഴിവാക്കിയെങ്കിൽ അവന്റെ ദൈവത്തിന് അവൻ പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടെന്ന് പറയാൻ സാധിക്കും. നമ്മുടെ പ്രവൃത്തി വഴിയായിട്ട്, നമ്മുടെ സംസാരം വഴിയായിട്ട്, നമ്മുടെ ജീവിതം വഴിയായിട്ട് ക്രിസ്തുവിനെ മറ്റൊരു വ്യക്തി കൊടുക്കാനായിട്ട് സാധിക്കണം.